ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് PSC നടത്തിയ ഖാദി ബോർഡ് പ്രിലിംസ് പരീക്ഷയുടെ ആൽഫ കോഡ് സിയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ആൻസറുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് DK മാധവനാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ് സ്വാമി വിവേകാനന്ദനാണ്. മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ ഡി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ഡി. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 3 മാത്രമാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ഡി ആണ് ഓപ്ഷൻ ശ്രീ യു ഷറഫലി ആണ്. അഞ്ചാമത്തത് ഡി ആണ്. ആറാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ ബി ആണ്, ഷെയ്പ്പാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. 7. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്, പി വത്സലയാണ്. ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാടാണ്. ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാട്. ഒമ്പതാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതേത് എന്ന ചോദ്യം. 9 സി ആണ്, നിഴലിറങ്ങുന്ന വഴികളാണ്. ഓപ്ഷൻ സി. പത്താമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23 ആണ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. 11ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഓപ്ഷൻ ബി ആണ്. 11 ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം, കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന ചോദ്യം. ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്നാണ്? ഓപ്ഷൻ സി, ദേശീയ ജലപാതയാണ്. 13 ദേശീയ ജലപാത. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. 14 ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാനാണ്. 15ാമത്തെ ചോദ്യം, യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധിയാണ്. ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. 16 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. 16 ഓപ്ഷൻ സി. 17 ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ഗോദാവരിയാണ്. 17 ഓപ്ഷൻ ഡി. 18ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്? ഓപ്ഷൻ ബി, 2ഉം 3ഉമാണ്. 2ഉം 3ഉം. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ, 1853. ഓപ്ഷൻ എ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? സ്ലാറിയയാണ്. ഓപ്ഷൻ ഡി, സ്ലാറിയ. 21ാമത്തെ ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണെന്നാണ്? 3:2 ആണ്. ഓപ്ഷൻ ഡി, 3:2. 22ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണ്, 1993 ഒക്ടോബർ 12 ആണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ ബി ആണ്, 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി, അനുച്ഛേദം 21 ആണ്. 25ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ, ദേവനാഗരിയാണ്. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം കടുവയാണ്. ഓപ്ഷൻ ബി, കടുവ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഇതേ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്? ഓപ്ഷൻ സി ആണ്, 21A ആണ്. അനുച്ഛേദം 21A. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ആണ്, 4A ആണ്, 4Aയിലാണ്.
29ാമത്തെ ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? എ ആണ് രവീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ. 30ാമത്തെ ചോദ്യം, ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ഓപ്ഷൻ എ ആണ് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ്. 31ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഇടുക്കി ജില്ലയിലാണ്. 32ാമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ്. ഓപ്ഷൻ ബി PT ഉഷ. 33ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017 ആണ്. ഓപ്ഷൻ എ ആണ് 2017. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറാണ്. ഓപ്ഷൻ ബി പാമ്പാറാണ്. 35ാമത്തെ ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ്. 35 ഓപ്ഷൻ സി ഭാരതപ്പുഴ. 36ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മയാണ്. ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയിലാണ്. 38 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഇരവിക്കുളമാണ്. ഓപ്ഷൻ ഡി ഇരവിക്കുളമാണ്. 39 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. 40ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബി നെയ്യാറ്റിൻകര. ഓപ്ഷൻ ബി ആണ്. 41ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. 41 ഓപ്ഷൻ ഡി അയ്യങ്കാളി. 42ാമത്തെ ചോദ്യം, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി അരുവിപ്പുറമാണ്. 42 ബി ആണ്. 43 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 43 സി ആണ് ആൻസർ. 44 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ഓപ്ഷൻ എ 1924. 45ാമത്തെ ചോദ്യം, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം. ഓപ്ഷൻ സി അരയ സമാജം. 46 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ഓപ്ഷൻ ബി ബേപ്പൂർ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 47 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി കെ കേളപ്പനാണ്. ഓപ്ഷൻ കെ കേളപ്പൻ. 48 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ആണ് നെടുങ്ങാടി ബാങ്കാണ്. ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 49 2024 നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ പാരീസ് ആണ്. ഓപ്ഷൻ എ പാരീസ്. അടുത്ത 50ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഡി VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 52ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ രാമൻ നമ്പിയാണ്. ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ്. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ്. 54ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ബ്രസീലാണ്. 55ാമത്തെ ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഉന്നതം നൽകാൻ ലക്ഷ്യമിട്ട രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി. ഓപ്ഷൻ എ ആണ്. 56ാമത്തെ ചോദ്യം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ആണ്. ഓപ്ഷൻ സി 1919. 57ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായി നവറോജിയാണ്. 58ാമത്തെ ചോദ്യം, സാരേ ജഗാംശെ അച്ഛ ഹിന്ദുസ്ഥാൻ ഗമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി ആണ്. 59ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ദാമോദർ വാലിയാണ്. ഓപ്ഷൻ ഡി ദാമോദർ വാലി. 60ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്.
61-ാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേനയാണ്. ഓപ്ഷൻ ബി, സമ്പർക്കം മുഖേന. 62-ാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓപ്ഷൻ എ, സ്നേഹസ്പർശം. 63-ാമത്തെ ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ബാസോഫിലും ഇസ്നോഫിലുമാണ്. ബാസോഫിലും ഇസ്നോഫിലും. ഓപ്ഷൻ എ ആണ്. 64-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ല് ഇനാമിലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. 65-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, 2 മാത്രമാണ്. 66-ാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണെന്നാണ്? അത് എ, സൾഫർ ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ എ, സൾഫർ ഡയോക്സൈഡ്. 67-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓപ്ഷൻ സി, ഇന്ത്യയാണ്. 68-ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം? ഓപ്ഷൻ എ, 7 ആണ്. ഓപ്ഷൻ എ ആണ്. 69-ാമത്തെ ചോദ്യം, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണെന്നാണ്? ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മിയാണ്. ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മി. 70-ാമത്തെ ചോദ്യം, വനവിഭവം അല്ലാത്തത് ഏതാണ് എന്നാണ്? ഓപ്ഷൻ ബി, കോലരക്കാണ്. ഓപ്ഷൻ ബി, കോലരക്ക. 71, ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നാണ്? ഓപ്ഷൻ എ, 18 ആണ്. 18-ാമത്തെ ഗ്രൂപ്പിലാണ്. 72-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ്. ഓപ്ഷൻ ഡി. 71, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കർമോയിസിനാണ്. കർമോയിസിൻ. 73 ബി ആണ്. 74-ാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡാണ്. ഓപ്ഷൻ സി, റൂദർഫോർഡ്. 75, കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണ് എന്നാണ്? ഓപ്ഷൻ ഡി, സിങ്കാണ് കലാമിൻ്റെ അയിര്. 76, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനമെന്നാണ്? ഓപ്ഷൻ ഡി, അപവർത്തനം. 76 ഡി ആണ്. 77, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ബാഷ്പീകരണമാണ്. 78, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് 1ഉം 2ഉം കാറ്റും തിരമാലയുമാണ്. ഓപ്ഷൻ എ ആണ്. 79-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണചലനമാണ്. ഓപ്ഷൻ ബി, ഭ്രമണചലനം. 80, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. ഓപ്ഷൻ എ, രാകേഷ് ശർമ്മ. ഇനി 81 മുതൽ 100 വരെയുള്ള മാത്സിൻ്റെ ചോദ്യമാണ്. 81, 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്ന് ഉള്ളതാണ്. അപ്പോൾ സി ആണ്, 15%. 82-ാമത്തെ ചോദ്യം, 10 ആളുകളുടെ ശരാശരി വയസ്സ് 36 ഒരേ പ്രായമുള്ള 2 പേരെ കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 എങ്കിൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര എന്നാണ്? 48 ആണ്. ഓപ്ഷൻ ഡി, 48. 83-ാമത്തെ ചോദ്യം, 32:1/5 -27:-2/3 എത്രയെന്നാണ് ചോദ്യം? ബി ആണ്, 18/7 ഓപ്ഷൻ ബി ആണ്. 84-ാമത്തെ ചോദ്യം, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്രയെന്നാണ്? ഓപ്ഷൻ എ, 70 ആണ്. 85, മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 കിലോമീറ്റർ കിഴക്കൂട്ടം അവിടെ നിന്ന് 20 മീറ്റർ തെക്കൂട്ടം സഞ്ചരിക്കുന്നു. ഇപ്പോൾ എത്ര അകലത്തിലാണെന്നാണ് ചോദ്യം? 85 ഡി, 10 ആണ്, 10 മീറ്ററാണ്. 86-ാമത്തെ ചോദ്യം, വിട്ടുപോയതാണ്. ഓപ്ഷൻ ബി, 1/256 ആണ്. ബി ആണ് ഓപ്ഷൻ. 87-ാമത്തെ ചോദ്യം, രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1000 രൂപ മുടക്കി പുതുക്കിപ്പണിയുകയും 2,200-2,500 രൂപ ചെലവാക്കി പെയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണമെന്നാണ്? അപ്പോൾ 16,200 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. 88, ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ഡി ആണ്, 36. ഒരു ചതുരത്തിൻ്റെ 89-ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ്? ഓപ്ഷൻ ബി, 44%. 90-ാമത്തെ ചോദ്യം, ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാൻ 640 രൂപ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്രയാണ്? അപ്പോൾ 5040 ആണ്. ഓപ്ഷൻ സി ആണ്. 93-ാമത്തെ ചോദ്യം,
ചുവടെ 91ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഒറ്റസംഖ്യ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഒറ്റസംഖ്യ അല്ലാത്തത്, ഓപ്ഷൻ ബി. 92ാമത്തെ ചോദ്യം, 184 സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണമെന്നാണ്. ഓപ്ഷൻ ബി 153 154 93ാമത്തെ ചോദ്യം, ഷാജി ഒരു നോവലിൻ്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു, ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു, ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 360 പേജാണ്. 94ാമത്തെ ചോദ്യം, 12% പകുതിയുടെ ദശാംശ രൂപം എത്രയെന്ന ചോദ്യം. ഓപ്ഷൻ എ 0.0625 ആണ്. 95ാമത്തെ ചോദ്യം, 9/0.9 ഇൻറ്റു 9/0.9 ആണ്. അതിൻ്റെ ആൻസർ 100 ആണ്, ഓപ്ഷൻ സി. 96ാമത്തെ ചോദ്യം, തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്. ഓപ്ഷൻ എ 56 ആണ്. 97, ഒരു കുട്ടിയെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 186 അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന ചോദ്യം. അപ്പോൾ 26 ആണ്, ഓപ്ഷൻ ബി 26. 98, വീട്ടിൽ നിന്നും രാമു 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 കിലോമീറ്റർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തുമെങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 8 കിലോമീറ്റർ ആണ്. 99ാമത്തെ ചോദ്യം, 5820 എത്ര നൂറുകളുണ്ട് എന്നാണ്. അതിൽ 58 നൂറുകളുണ്ട്. 100ാമത്തെ ചോദ്യം, 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ടിന് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി, എന്നാൽ വാങ്ങിയ വില എത്രയാണ്. ഓപ്ഷൻ എ 1875 ആണ്. ഇങ്ങനെ 100 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ തിരക്കിൽ ഈ ചോദ്യങ്ങൾ ആൻസർ പറഞ്ഞപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കണം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ നമുക്കത് തിരുത്താവുന്നതാണ്. എന്തായാലും ശരി തന്നെ, നിങ്ങൾ എഴുതിയ ഉത്തരവുമായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാനൊരു അവസരമാണ്. നിങ്ങൾ തീർച്ചയായും ഇത് കാണണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.